പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഗൗരവപരമായ ഒരു കോഴ്സിനെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. 2015 മുതൽ ഈ കോഴ്സിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ പാറ്റേൺ ഇഗ്നോ മാറ്റി. ഞാൻ 2014 ജൂലൈ സെഷനിലെ ഈ കോഴ്സ് ചെയ്തതാണ്. അതിനുശേഷം അതിൻ്റെ പാറ്റേൺ മാറ്റി. പ്രോഗ്രാമിൻ്റെ പേര് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി. MSc കൗൺസിലിംഗ് എന്ന് പറയുന്നത് സുപ്രധാനമായ ഒരു മനഃശാസ്ത്ര കലയാണ്. ഒരു അറിയാത്ത ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായ ചില ദർശനം കിട്ടാത്ത, ദാർശനികമായ ചില ചിന്തകൾ വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഏത് സെലക്ട് ചെയ്യണം, എന്ത് തീരുമാനിക്കണം എന്ന് അറിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ബുദ്ധിപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, പാരിസ്ഥിതികമായ ലഘുവായ ചിന്ത സരണിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഒരു പഠന വൈകല്യത്തിന്റെ ഒരു ചെറിയ അംശം ഉള്ള, കുടുംബത്തിന്റെ വിവിധ ചേർച്ചകൾ, ഹാർമണി, അത് നല്ല ഒരു റിതമെറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലാത്ത ആളുകൾക്ക്, ഒന്നിൽ കൂടുതലോ ഉള്ള ആളുകൾക്ക് ഒരു കൈത്താങ് കൊടുക്കാനുള്ള ശാസ്ത്രമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അത് ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ കുടുംബ ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യം നിലനിർത്തേണ്ട ഒരു പ്രോഗ്രാമാണ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി. ഉപദേശിക്കലല്ല, കുറെ കാര്യങ്ങൾ ഇങ്ങനെ നിർദ്ദേശിച്ചു കൊടുക്കലല്ല, അവരെ മനഃശാസ്ത്രപരമായി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും അല്ല. തീർത്തും ഞാൻ പറയുന്നു, അത് ട്രീറ്റ്മെന്റേ അല്ല. ചില കൈത്താങ്ങുകൾ, സ്കഫോൾഡിങ്, ചില നിർദ്ദേശങ്ങൾ, ആശങ്കകൾക്ക് അവരോടൊപ്പം പങ്കുചേർന്ന് ആ ആശങ്കകളെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സഹായി, ഒരു നല്ല ഒരു സുഹൃത്ത്, നല്ല ഒരു തോഴൻ, അവരോടൊപ്പം തന്നെ നിന്ന് അവരുടെ കാര്യങ്ങളെ കൃത്യമായി കേട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട കൈത്താങ് നൽകാൻ കെൽപ്പുള്ള ഒരാൾ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതാണ് ഒരു കൗൺസിലറുടെ ഡ്യൂട്ടി. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളില് ശൈശവ കാലഘട്ടം മുതൽ, ജനനം മുതൽ മരണം വരെ വ്യത്യസ്തമായ മനുഷ്യ സ്റ്റേജസില് കുടുംബപരമായും വ്യക്തിപരമായും സാമൂഹ്യപരമായും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, കൃത്യമായ ഇതിലല്ലാതെ ഭംഗം വന്ന ചില സംഗതികൾ, ഓർഡർ അല്ലാത്ത മറ്റു പല രീതിയിലെ ഡിസോർഡർ സംഭവിച്ച, വൈകല്യം സംഭവിച്ച വ്യക്തികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സഹായി, ഒരു ഗൈഡ് ആണ് ഒരു കൗൺസിലർ. ആ കൗൺസിലറുടെ ജോലി മുമ്പ് ആ കോഴ്സിനെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി MBBS ഡോക്ടർമാർ, BAMS, BHMS, BUMS ഡോക്ടർമാർ, നഴ്സുമാർ, വിദ്യാഭ്യാസ പ്രവർത്തകർ, B.Ed ചൈൽഡ് ഡെവലപ്മെന്റിലെ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉള്ള വ്യക്തികൾ. ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ, ശിശുപരിപാലനത്തില് B.Edഉം M.Edഉം ഉള്ളത് കൊണ്ടാണ് എനിക്ക് അതില് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിയിലെ അഡ്മിഷൻ കിട്ടിയത്. ഇപ്പോൾ എല്ലാ ഡിഗ്രിക്കാർക്കും, ഇപ്പൊ സപ്പോസ് MA മലയാളം ഉണ്ടെങ്കിൽ പോലും MA മ്യൂസിക്, അതൊക്കെ കുറഞ്ഞത് എന്നല്ലട്ടോ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. MA മ്യൂസിക് ഉള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ M.Tech ഉള്ള ഒരാൾക്കും ഏറ്റവും ടോപ്പസ്റ്റ് ഒരു പ്രോഗ്രാം ആണല്ലോ. MS ഉള്ള ആൾക്കും, അല്ലെങ്കിൽ MBBS ഉള്ള ആൾക്ക്, BA ഉള്ള ആൾക്ക്, ഏത് PG, ഏത് ഡിഗ്രി ഉള്ള, റിക്കഗ്നൈസ്ഡ് ഡിഗ്രി ഫ്രം ദ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി or a higher degree,
അത് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഗംഭീര കോഴ്സാണ് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി. നല്ല ക്ഷമ വേണം. ഈ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ കോളേജുകളിലെ അക്കാഡമിക് കൗൺസിലർമാരായി പ്രവർത്തിക്കുന്നു. ഇഗ്നോയുമായി ബന്ധപ്പെട്ട് 20 കൊല്ലത്തോളം ഈ ഒരു മേഖലയിൽ, കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ്. അപ്പൊ കുട്ടികളുമായും രക്ഷിതാക്കളുമായും പൊതുസമൂഹവുമായും ഭരണകൂടങ്ങളുമായും നേർക്കുനേർ സംവദിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന്റെ 3 ജില്ലകളുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായും സേവനം അനുഷ്ഠിച്ചിരുന്നു ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ. ആ അനുഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിലാണ് ഈ മേഖലയിൽ, എത്ര തന്നെ ആണെങ്കിലും ഈ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. നല്ല ക്ഷമയുള്ള, തന്റെ പ്രവർത്തനം മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റും എന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ കഴിയുന്നത്ര ലഘൂകരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കോഴ്സുകൾ എടുക്കാനും അതിൽ ഷൈൻ ചെയ്യാനും സാധ്യമാവുകയുള്ളൂ. ഒരു 10,000-കണക്കിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് BA, MA, BSc, MSc ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുമായി വളരെ ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി. അതിൽ പരുഷമായി സംസാരിക്കുന്ന ചിലരുണ്ടാവും. അവരുടെ രക്ഷിതാക്കൾ, അവരുടെ ചിലപ്പോൾ ഭാര്യമാരാണ് എങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ, ചിലപ്പോൾ ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെ ഭാര്യമാർ, അവരുടെ ബന്ധുമിത്രാദികൾ, ഇങ്ങനെ പല തരത്തിലുള്ള ആളുകളുമായി നേർക്കുനേർ സംസാരിക്കുന്ന, നേർക്കുനേർ പ്രവർത്തിക്കുന്ന, വളരെ ആഴത്തിൽ ചെയ്യേണ്ട ഒരു പ്രക്രിയയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി. ഒപ്പം തന്നെ മെന്റൽ ഹെൽത്ത് സെന്ററിലൂടെ, പലതരത്തിലുള്ള മെന്റൽ ഹെൽത്ത് സെന്ററുകളിലൂടെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ എഡ്യൂക്കേഷണലിസ്റ്റ് ആയിട്ടും മെന്ററായിട്ടും ആങ്കറായിട്ടും പല രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതയുള്ള വലിയ കോഴ്സാണ്. MA സൈക്കോളജിയെ നമ്മൾ ഒരു മരത്തിന്റെ ഒരു ശാഖയെ പോലെ പരിഗണിക്കാം. ഒരു മരം, ആ മരത്തിന്റെ ഒരു ശിഖിരം, ഒരു ശാഖ, അതിനെപ്പറ്റി മാത്രമുള്ള പഠനം, ഒരു കൊമ്പിനെ പറ്റി മാത്രമുള്ള പഠനത്തെ നമുക്ക് സൈക്കോളജി എന്ന് പറയുകയാണ് എങ്കിൽ, ആ മരത്തെ പറ്റിയുള്ള പഠനം കൗൺസിലിംഗ് എന്നും, ആ മരങ്ങളുള്ള ഒരു കൊച്ചു കാടിനെ പറ്റിയുള്ള പഠനം ഫാമിലി തെറാപ്പി എന്നും പറയാം. 10 പ്രാക്ടിക്കൽ ആണ് MA സൈക്കോളജിക്ക് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ 400-ൽ കൂടുതൽ പ്രാക്ടിക്കൽ എപ്പിസോഡുകളിലൂടെ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്യാനുള്ള മാനസിക പക്വത നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഈ കോഴ്സ് വളരെ മനോഹരമായി നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, MSc CFT, അതിന്റെ 1ാം വർഷത്തിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്ന് പറയും. 2 വർഷം പൂർത്തിയായാൽ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്ന് പറയും. വേണമെങ്കിൽ ഇതൊരു മോഡുലാർ അപ്രോച്ച് പ്രോഗ്രാം ആണ് എന്ന് പറയാം. ഫസ്റ്റ് ഇയറിലെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിയാർത്ഥമോ അല്ലെങ്കിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ നിൽക്കുന്നു എങ്കിൽ നിങ്ങളെ ഇഗ്നോ അതിന് കോഴ്സിൽ ലഭ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് ഉണ്ടാക്കില്ല. മറിച്ച് 1ാം വർഷം പൂർത്തിയാക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള ഒരു പ്രോഗ്രാം ആക്കി ഇതിനെ മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് പിൻവലിയാം. ലാറ്ററൽ എക്സിറ്റ് എന്നാണ് പറയുക. നേരത്തെ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം PGD CFT ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിയിലേക്ക് 2ാം വർഷത്തിലേക്ക് താങ്കൾക്ക് പ്രവേശനം കിട്ടുകയും ചെയ്യുന്ന ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിനെ പറ്റി, പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സിനെ പറ്റി, എന്തൊക്കെയാണ് ഈ പ്രോഗ്രാം നമുക്ക് നൽകുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ കുറച്ചും കൂടി ആധികാരികമായി വിശദീകരിക്കുകയാണ്. This MSc program in the area of counseling and family therapy is a very important program in this vital field.
which is gaining great salience in the present times. ഈ അഭിനവ ലോകത്ത്, സാമൂഹ്യ ശാസ്ത്ര ലോകത്ത്, അല്ലെങ്കിൽ സാമൂഹ്യമായ ഈ ലോകത്ത് വളരെ വലിയ ഡിമാൻഡാണ്. Increased need and demand for support in terms of counseling and family therapy. നമ്മുടെ നാട്ടിൽ സുപരിചിതമല്ല ഈ ഫാമിലി തെറാപ്പി എന്ന് പറയുന്നത്. ഒരു എല്ലാ അർത്ഥത്തിലും തന്നെ പോസിറ്റീവ് ലൈക്ക് സ്ട്രെങ്തനിങ് ഫാമിലി ടൈസ് ഉണ്ടാക്കാൻ വേണ്ടി, ഫോസ്റ്ററിങ് പോസിറ്റീവ് പാരന്റിങ് ഉണ്ടാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഇൻക്രീസിങ് റെസിലയൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ വൾനറബിൾ സിറ്റുവേഷൻസ്. വൾനറബിൾ സിറ്റുവേഷനിലെ വളരെ വികൃതമായ മോശപ്പെട്ട അവസ്ഥകളിൽ നിന്ന് അവർക്ക് ആശ്വാസത്തിന്റെ വലിയ കിരണങ്ങൾ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന, അതുപോലെ തന്നെ നെഗറ്റീവ് ആസ്പെക്ട്സ്, അതായത് സോഷ്യോ സൈക്കോളജിക്കൽ പ്രോബ്ലംസിൽ നിന്ന്, സാമൂഹ്യവും മനഃശാസ്ത്രവും ചുറ്റുപാടുകളിൽ അധിഷ്ഠിതമായ പല പ്രശ്നങ്ങളിൽ നിന്ന്, പല ഡിസോർഡേഴ്സിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവർക്ക് നല്ല ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു സുഹൃത്ത്. അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത തെറ്റായ പല ബിഹേവിയർ, അതിനെ വ്യവഹാരം എന്നാണ് പറയേണ്ടത്, പെരുമാറ്റം എന്നല്ല പറയേണ്ടത്. പല തരത്തിൽ വ്യവഹരിച്ച് ജീവിതത്തിന്റെ പല രീതിയിൽ പെരുമാറി, പല രീതിയിൽ മാറി മാറി ചിന്തിക്കുന്ന ആ അവസ്ഥകളിൽ നിന്ന് റെഗുലർ ആയിട്ടുള്ള ഒരു മോഡലിലേക്ക് എത്താൻ, ഒരു നോർമാലിറ്റിയിലേക്ക് എത്താൻ, അതുപോലെ തന്നെ മാനസിക ആരോഗ്യ പരിപാലന മേഖലയിൽ, മാനസിക അവസ്ഥയിൽ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്ന് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഉള്ളവരിൽ നിന്ന് അത് രക്ഷപ്പെടുത്തി അവരെ ഇൻക്രീസിംഗ് വിറ്റ്നസ്ഡ് ഇൻ ദ പ്രസന്റ് ടൈംസിലേക്ക് എത്തിക്കാൻ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന കോഴ്സാണ് ഈ കോഴ്സ്. മാത്രമല്ല ഇതിന്റെ ആവശ്യകത, ഈ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി സപ്പോർട്ടിംഗ് തിയറി എന്ന് പറയുന്നതിന്റെ ആവശ്യകത നിത്യവും നമ്മുടെ ജീവിതത്തിൽ ഉയരെ 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 വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ മൈക്രോ ഫാമിലി സിറ്റുവേഷനിൽ നിന്ന്, കൂട്ടുകുടുംബ അവസ്ഥകളിൽ നിന്നെല്ലാം മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിന്റെ ഒരു യുണീക്ക്നെസ്, ഒരു അതുല്യത പ്രകടിപ്പിക്കാനും അവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ, ഒരു വിദ്യാഭ്യാസപരം എന്നുള്ളതിലുപരിയായിക്കൊണ്ട് തൊഴിൽപരമായ നൈപുണ്യം ഉണർത്താനും അതിനെ ഉയർത്തിയെടുക്കാനും, എൻഹാൻസ്, അതിനെ വളർത്തിക്കൊണ്ടുവരാനും, അത് നിങ്ങളിലെ ആജീവനാന്തം ഉണ്ടാക്കാനും, അതിനെ നർച്ചർ ചെയ്ത് വളർത്തി വലുതാക്കിയെടുക്കാൻ അറിവിന്റെ മേഖലയില്, അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മേഖലയില്, സ്വഭാവത്തിന്റെ മേഖലയില്, പെരുമാറ്റത്തിന്റെ മേഖലയില്, നൈപുണികളുടെ മേഖലകളില് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മാസ്റ്റർ പ്രോഗ്രാമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ വളരെ 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 ആഴത്തിൽ മനസ്സിലാക്കാനുള്ളത് കൂടുതൽ സാധ്യതകളുള്ള ഒരു അപ്ലിക്കേഷൻ ഓറിയന്റഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതില് ഒന്നാമത്തെ വർഷത്തിൽ നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ വർഷത്തിലെ മാരിറ്റൽ, അതുപോലെ തന്നെ കപ്പിൾ, സെക്ഷുവൽ റിലേഷൻഷിപ്സിനെ പറ്റിയുള്ള പഠനങ്ങൾ, അതുപോലെ തന്നെ ഫാമിലി തെറാപ്പി, ഫാമിലി മാറ്റേഴ്സിലോ ആഴത്തിലുള്ള പഠനം, ഇവയെല്ലാം ചേർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് നൽകുന്നത്. ഇതിൽ 50% തിയറി പാർട്ടും 50% സൂപ്പർവൈസ്ഡ് പ്രാക്ടിക്കും. ഞാൻ പറഞ്ഞല്ലോ 400-ൽ കൂടുതൽ പ്രാക്ടിക്കലോട് കൂടിയാണ് ഈ പ്രോഗ്രാം നമ്മെ നയിക്കുന്നത്. ഒരു ഇന്റേൺഷിപ്പും ഉണ്ട്, ഒരു ഡിസർട്ടേഷനും ഉണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് നമുക്ക് ഇത് ചെയ്യാനുള്ള വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. ഒന്നാമത്തെ വർഷത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് MCFT 1, ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്സ്, അതിന്റെ പ്രാക്ടിക്കം. മെന്റൽ ഹെൽത്ത് ആൻഡ് ഡിസോർഡേഴ്സ്, അതിന്റെ പ്രാക്ടിക്കം.
കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ്, തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ്, അതിന്റെ പ്രാക്ടിക്കം. കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി അപ്ലൈഡ് ആസ്പെക്ട്സ്, അതിന്റെ പ്രാക്ടിക്കം. ഒപ്പം തന്നെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിനുള്ള ഒരു സൂപ്പർവൈസ്ഡ് പ്രാക്ടിക്കം, ഒരു റിഫ്ലക്റ്റീവ് ജേർണൽ. ഇത്രയും നമുക്ക് ഒന്നാം വർഷം പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വർഷത്തിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സൂപ്പർവൈസ്ഡ് പ്രാക്ടിക്കം, കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി അപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവെൻഷൻസ്, അതിന്റെ പ്രാക്ടിക്കം. ഒപ്പം തന്നെ ഒരു ഇന്റേൺഷിപ്പ് 6 ക്രെഡിറ്റിന്റെ 8 ക്രെഡിറ്റിന്റെ ഒരു ഡിസർട്ടേഷൻ. ഇവിടെ ഒരു ഇലക്റ്റീവ് സബ്ജക്ട്സ്, ഇലക്റ്റീവ് കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട് 3 മേഖലയിൽ നിന്ന്. മാരിറ്റൽ ആൻഡ് ഫാമിലി തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് എന്നുള്ള മേഖലയിലോ, ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള മേഖലയിലോ, സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള മേഖലയിൽ നിന്നോ നമ്മൾ ഒരു എണ്ണത്തിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് മാരിറ്റൽ ആൻഡ് ഫാമിലി തെറാപ്പി കൗൺസിലിംഗിലാണ്. അതിന്റെ സൂപ്പർവൈസ്ഡ് പ്രാക്ടിക്കം തിയറിയേക്കാൾ ഇരട്ടിയാണ് പ്രാക്ടിക്കം എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ശിശുപരിപാലനവും കൗമാര ഈ കൗൺസിലിംഗ് പ്രോസസ്സും കുടുംബശാസ്ത്രവും അതിൽ വേണമെങ്കിൽ നമുക്ക് പ്രാവീണ്യം നേടാം. അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ്, ഈ പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പദാർത്ഥങ്ങളിലൂടെ മോശം പ്രവർത്തനങ്ങൾ ചെയ്ത് അബ്യൂസിന് വശംവദരായ ആളുകൾക്ക് കൗൺസിലിങ്ങും അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു തെറാപ്യൂട്ടിക്കൽ അപ്രോച്ച് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ചുരുക്കത്തിൽ ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ എടുത്ത് 64 ക്രെഡിറ്റോട് കൂടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ ഒരു സംഗതി ഉള്ളത്, അപ്ലിക്കൻസ് ആർ അഡ്വൈസ്ഡ് ടു ഗോ ത്രൂ ദ നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആക്ട്. അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആക്ട് 2021 പ്രകാരം നമുക്ക് ഇതില് അങ്ങനെ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസസിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൊഫഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പ്രോഗ്രാം ആൻഡ് ടു ടേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻസ്. വളരെ ആഴത്തിൽ ഇത് ചെയ്യേണ്ട, വളരെ ഉയരങ്ങളിൽ ചെയ്യേണ്ട ഈ ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു കോഴ്സ് ഞാൻ 2014 തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇതിന്റെ പിന്നിൽ ഉണ്ട്. ആ കാരണം കേട്ടാൽ സത്യത്തിൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രാധാന്യം. 2012 ഞാൻ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിന് 6 മാസത്തിന് ശേഷം എനിക്ക് ഒരു യാത്രയിൽ, ഞാനും എൻ്റെ വൈഫും ഒന്നിച്ച് ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടത് ഭാഗത്ത് വല്ലാത്ത തരിപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ സെന്ററിൽ, ഏറ്റവും ഗംഭീരമായ ഒരു മെഡിക്കൽ കോളേജ് തന്നെ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ സ്ഥാപനത്തിലേക്ക് ഞാൻ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ പോയി ഞാൻ അതിലൊന്ന് പ്രവേശിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തു. 48 മണിക്കൂർ ഒബ്സർവേഷൻ നടത്തിയതിന് ശേഷം അവർ എന്നെ പറഞ്ഞു വിട്ടത് ഡിസ്ചാർജ് സമ്മറിയില് ലെഫ്റ്റ് സെൻസറി സ്ട്രോക്ക് എന്നാണ്. സെൻസറി സ്ട്രോക്സ്, സെൻസ് എന്താണ് എന്ന് നമുക്കറിയാം, സെൻസ് നമുക്കറിയാം വളരെ നന്നായിട്ട്. സെൻസറി സ്ട്രോക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ, അപ്പോ സ്പർശം, അതുപോലെ തന്നെ രുചി, സംവേദന ശക്തികൾ എല്ലാം തന്നെ, കാഴ്ച, കേൾവി, ഇങ്ങനെയുള്ള എല്ലാ സെൻസറും ഇത് ലെഫ്റ്റ് ഏരിയയിലെ സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ചെറുതായി ഫ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സമ്മറി റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. സ്വാഭാവികമായും സമ്മറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നെ സ്വാധീനിച്ചത് മെമ്മറി തന്നെ, പ്രധാനമായിട്ട് മെമ്മറി, ഓർമ്മ, അതുപോലെ ഇന്റലിജൻസ്, നമ്മളെ വർക്കിനോടുള്ള എത്തിക്സ്, ജീവിതത്തിനോടുള്ള ഇനിയും ചെയ്തു തീർക്കാനുള്ള ഒരുപാട് ആവശ്യങ്ങൾ, അതിനോടുള്ള നമ്മുടെ
ഒടുങ്ങാത്ത അഭിനിവേശം, താല്പര്യം, ഈ ലോകത്തിൽ ഇനിയും നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള അതിതീഷ്ണമായ സംഭവം. ആ സന്ദർഭത്തിൽ എനിക്ക് ഇഗ്നോയുമായി ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയ അതിന്റെ തുടക്കം ഒരു 3 കൊല്ലമൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇഗ്നോയുടെ പ്രോസ്പെക്ടസ് തെരഞ്ഞു നോക്കിയതിൽ ഏറ്റവും കടുപ്പത്തിലുള്ള ഒരു കോഴ്സ് എടുത്ത് എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു വാശി എന്നിൽ ഉണ്ടായി. ആ ഏറ്റവും കടുപ്പത്തിലുള്ള കോഴ്സാണ് ഇന്ന് ഞാൻ താങ്കളെ അറിയിച്ച ഈ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി. ഏതൊരു പ്രാക്ടിക്കൽ വിഷയങ്ങളിലേക്ക് പോകുമ്പോഴും തന്നെ നമുക്ക് ഒരു 10, 15, 20 പ്രാക്ടിക്കലോട് കൂടിയിട്ട് നമുക്കത് തീരും. ഇവിടെ 400-ൽ കൂടുതൽ കുടുംബ എപ്പിസോഡുകൾ ഉണ്ടാക്കി, വ്യക്തിപരമായ എപ്പിസോഡുകൾ ഉണ്ടാക്കി, പല രൂപത്തിൽ എനിക്ക് അതിന് പറ്റിയ മഹാനായ ഒരു ഗൈഡിന്, ഒരു സൂപ്പർവൈസറിനെ എനിക്ക് കിട്ടി. ഇത് ഡോക്ടർ ബാലകൃഷ്ണൻ നമ്പ്യാർ സാർ, മേരിക്കുന്നില്. അദ്ദേഹത്തിന്റെ ദയവോടുകൂടി, അദ്ദേഹത്തിന്റെ ഒരു കാരുണ്യ സ്പർശനത്തോടുകൂടി എനിക്ക് വളരെ മനോഹരമായി ഈ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്തു. ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തതിന് ശേഷം 3 കൊല്ലമായി കൗൺസിലിംഗ് മേഖലയിൽ വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രായത്തിലും ഞാൻ നെറ്റിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രയും കാലം ഇല്ലാത്ത ഒരു ആഗ്രഹമായിരുന്നു PhD എന്നുള്ളത്. ആ PhDക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ MA മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ നമ്മൾ ലൈഫ് ലോങ് ലേണർ ആയി നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ് ഈ പൊതുസമൂഹത്തിന് ഇനിയും വാരി കോരി കൊടുക്കേണ്ടതുണ്ട്. നാം ഒരു L³ ലൈഫ് ലോങ് ലേണർ, L³ ലൈഫ് ലോങ് ലേണർ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഉള്ള ഒരു അനുഭവ സമ്പത്താണ് എന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് ഈ ഒരു മേഖലയിൽ വരാൻ കഴിഞ്ഞത്. താങ്കൾക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡിസോർഡർ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകാം. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ കൈത്താങ്ങ് കൊടുക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങൾ മുതലാക്കുക എന്നുള്ള ആ ഒരു എക്സ്പ്ലോയിറ്റേഷനാണ് നമ്മെ ഇതിലേക്ക് ആകർഷിച്ചത്. ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് ഒപ്പം മനസ്സിലാക്കുക. ഒപ്പം തന്നെ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് മനസ്സിലാക്കുക. തമിഴിൽ ഒരു അഴകാன சொல்லு இருக்கு. கற்க கசடர கற்றவை கற்றபின் நிற்க அதற்கு தக. എല്ലാ നന്മകളും നിങ്ങൾക്കും ഈ സമൂഹത്തിനും ഈ അന്ധകടാഹത്തിലും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. M-Notes സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.